ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. നിങ്ങൾ ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിച്ചെടുക്കുന്നത്. ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഏതൊരു റോഡിലും വാഹനം ഓടിക്കാം. അതായത് ഒരു കയറ്റത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വാഹനം എടുക്കാം. ഒരു ട്രാഫിക്കിലാണെങ്കിൽ നമുക്ക് വാഹനം എളുപ്പത്തിൽ ഓടിച്ചു പോകാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമാകുന്നതാണ്. വാഹനം എടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, കയറ്റത്ത് വാഹനം ബ്രേക്കില്ലാതെ ക്ലച്ചിലും ആക്സിലറേറ്ററിലുമായിട്ട് ഒരു പ്രത്യേക ബാലൻസോടെയാണ് വാഹനം നിൽക്കുന്നത്. നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. എല്ലാവരും തന്നെ, വാഹനം ഓടിക്കുന്നവരെല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു വാഹനം കയറ്റത്ത് ഈസി ആയിട്ട് മുന്നോട്ടെടുത്ത് പോകാനായിട്ടുള്ള മെത്തേഡുകൾ ഉൾപ്പെടുത്തിയ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പല ആൾക്കാർക്കും ഇപ്പോഴും വാഹനം കയറ്റത്തെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പോയിന്റും കൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വാഹനം കയറ്റത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ബൈക്കിലേക്ക് ഉരുണ്ടു പോകാതെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കൊരു വാഹനം എടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ ഈ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തരുന്ന മെത്തേഡും കൂടെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ആവറേജ് നല്ല കുത്തനെയുള്ളൊരു കയറ്റത്ത് തന്നെയാണ് വാഹനവുമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് നമ്മളൊരു വാഹനം കയറ്റത്തെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്ററിൻ്റെ ആ ഒരു കൺട്രോളിങ് കൃത്യമായിട്ടും ഒരു പ്രത്യേക ബാലൻസോടെ ചെയ്തെങ്കിൽ മാത്രമേ വാഹനം നമുക്ക് കയറ്റത്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ കയറ്റവും വ്യത്യസ്തമാണ്. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എല്ലാ കയറ്റങ്ങളിലും ഒരേ മെത്തേഡ് അനുസരിച്ചല്ല നമ്മൾ വാഹനം എടുക്കുന്നത്. ഇപ്പം കയറ്റം നല്ല കൂടിയ ഒരു കയറ്റമാണെങ്കിൽ അവിടെ നമുക്ക് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് കുറച്ചും കൂടെ ആക്സിലേഷൻ കൂടുതലായിട്ട് നമുക്ക് കൊടുത്തെങ്കിലേ ഒരു വാഹനം മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ കയറ്റം ചെറുതാണെങ്കിൽ അതിനനുയോജ്യമായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കി പിന്നെ ആക്സിലറേറ്റർ കൊടുത്താണ് ആക്സിലറേറ്റർ കൊടുത്താണ് ഒരു വാഹനം മുന്നോട്ടെടുക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതേ എൻ്റെ കാല് ബ്രേക്ക് വെക്കുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് നോർമലായിട്ട് തന്നെ കയറ്റത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം കയറ്റത്തെടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതേ തൊട്ട് മേളിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണാം. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് വാഹനം എടുത്ത് ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് തീർത്തും ബുദ്ധിമുട്ട് ആണ് വാഹനം കയറ്റത്തെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം നിങ്ങൾ തേടുക. ഇനി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള പോയിന്റ് ഇതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലുണ്ട്, ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ പല വീഡിയോകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക. ഓക്കെ, പതുക്കെ കാലയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലൊരു വൈബ്രേഷൻ വരും. വാഹനം മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇനി ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ വണ്ടി ഓഫായി പോകും. ഇതാണ് വാഹനത്തിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തതിന് ശേഷം ആക്സിലറേറ്റർ കൊടുക്കുക. ഇനി ആ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ആക്സിലറേറ്റർ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കയറ്റത്തിന് അനുയോജ്യമായിട്ട് വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു ആക്സിലേഷൻ നിങ്ങൾ കൊടുക്കണം. അതാണ് പോയിന്റ്. പല ആൾക്കാരും ചെയ്യുന്നത് എന്താണ്, ആക്സിലേഷൻ കുറച്ച് കൊടുക്കും. നമുക്ക് ആവറേജ് കുത്തനെയുള്ള ഒരു കയറ്റമാണെങ്കിൽ ഒരു 1000-2000 RPM ആക്സിലേഷൻ കൊടുത്തെങ്കിലേ വാഹനത്തെ നമുക്ക് മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ഒരു വാഹനമായിട്ട് കിടക്കുമ്പോൾ കുത്തനെയുള്ളൊരു കയറ്റമാണെങ്കിൽ അതിനനുയോജ്യമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടെത്തുന്നു. നിങ്ങൾ നോക്കുക, ഞാൻ ബൈറ്റിംഗ് പോയിന്റ് കണ്ടെത്തി. ഓക്കെ, ഇപ്പോൾ വാഹനത്തിനുള്ളൊരു വൈബ്രേഷൻ ഉണ്ട്. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. ഞാൻ ആക്സിലറേറ്റർ ഇപ്പം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1000 RPM മേളിൽ ആക്സിലേഷൻ നമ്മൾ കൊടുക്കുന്നു. ഇനി ആക്സിലേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം,
ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് നിങ്ങൾ കാലയക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ആക്സിലേഷൻ കുറയ്ക്കാൻ പാടില്ല. ഗ്രാജുവലി ആക്സിലേഷൻ മെല്ലെ നിങ്ങൾ കൂട്ടിക്കൊടുക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലെടുക്കുക. അതായത് ബൈറ്റിംഗ് പോയിന്റിനോടൊപ്പം അതിനനുയോജ്യമായിട്ടുള്ള ആക്സിലേഷനും കൂടെ നമുക്ക് മുന്നോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വാഹനത്തെ കയറ്റത്ത് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. പല ആൾക്കാർ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ബൈറ്റിംഗ് പോയിന്റ് കണ്ടെത്തും, അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുക്കും. പക്ഷെങ്കിൽ ആക്സിലറേറ്റർ ആ കയറ്റത്തിന് അനുയോജ്യമായിട്ട് കൊടുക്കത്തില്ല. ഇപ്പം ഞാൻ ആ കയറ്റം ഒന്ന് കയറി വന്നു. ഇപ്പോൾ കയറ്റത്തിൻ്റെ അളവ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാനിത് ബൈറ്റിംഗ് പോയിന്റ് കണ്ടെത്തും. നിങ്ങൾ നോക്കുക, ബൈറ്റിംഗ് പോയിന്റിലേക്ക് എത്തി. ഇവിടെ നമുക്ക് ഒരുപാട് ആക്സിലേഷൻ്റെ ആവശ്യമില്ല. ഞാനിത് ചെറുതായിട്ടാണ് ആക്സിലേഷൻ കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ആക്സിലേഷൻ കൊടുത്ത് പിടിക്കുന്നു. ഒപ്പം എന്ത് ചെയ്യുന്നു, ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാല് അയക്കുകയാണ്. ഒപ്പം എന്ത് ചെയ്യുന്നു, പതുക്കെ ആക്സിലേഷൻ്റെ അളവ് വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ട് നമ്മൾ കുറച്ചും കൂടെ കൊടുത്ത് പതുക്കെ ആക്സിലേഷൻ കൊടുക്കണം. ഒരു കാരണവശാലും വണ്ടി മൂവായി എന്ന് തോന്നി ഉടൻ തന്നെ നിങ്ങൾ ആക്സിലേഷനിൽ നിന്ന് കാലെടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് കാണിച്ചു തരാം. ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബൈറ്റിംഗ് പോയിന്റ് വെച്ചു, ആക്സിലറേറ്റർ കാലെടുത്ത് ചെറുതായിട്ട് വെച്ചിട്ട് ക്ലച്ച് എന്ന് എന്ത് ചെയ്യും, ബൈറ്റിംഗ് പോയിന്റ് ഒന്ന് ഒറ്റ അടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി കൃത്യമായിട്ടും ഓഫായി പോകും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ബൈറ്റിംഗ് പോയിന്റ് വന്നിട്ട് ക്ലച്ച് എന്ന് ഒറ്റയടിക്ക് കാലെടുക്കരുത്, ഗ്രാജുവലി കാലയക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ക്ലച്ച് വരുന്നു, അതിനുശേഷം ബൈറ്റിംഗ് പോയിന്റ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇനി ക്ലച്ച് എന്ന് അയക്കുമ്പോൾ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുക. ഒപ്പം എന്ത് ചെയ്യണം, ആക്സിലേഷനും പതുക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു വാഹനത്തെ കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയും. ഇത് ഇനി മുന്നിലായിട്ട് നല്ലൊരു കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഇവിടെ ഞാൻ നിർത്തി നിങ്ങളെ വാഹനം എടുത്ത് കാണിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഫുട് പെഡൽ കൺട്രോൾ ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനം ഓഫ് ആകാതെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. കയറ്റത്ത് വാഹനം എടുക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റും, 2 അതിനോടൊപ്പം കയറ്റത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുക. ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്ത് വാഹനത്തെ മൂവ് ആക്കുമ്പോൾ ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാല് നിങ്ങൾ പതുക്കെ അയക്കുകയും ചെയ്യണം. നിങ്ങൾ നോക്കുക, ഞാനിത് വാഹനം നിർത്തിയേക്കുകയാണ്. ഫസ്റ്റ് ഗിയർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് കാല് ഇങ്ങനെ പൂർണ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. ബ്രേക്കിൽ നിന്ന് കാലയക്കാൻ പാടില്ല. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. ഫസ്റ്റ് ഞാനിത് ബൈറ്റിംഗ് പോയിന്റ് കണ്ടെത്തുകയാണ്. നിങ്ങൾ നോക്കുക, ബൈറ്റിംഗ് പോയിന്റിലേക്ക് വന്നു. ഓക്കെ, അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. നിങ്ങൾ നോക്കുക, ആക്സിലേഷൻ കുറച്ച് മുന്നോട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം എന്ത് ചെയ്യുന്നു, ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. ഇപ്പോൾ വണ്ടി മൂവ് ആകുന്നു. ഇനി കയറ്റത്ത് നമുക്ക് വാഹനം പതുക്കെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. അതായത് പതുക്കെ കയറി പോകണം. മുന്നിലൊരു ട്രാഫിക് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുക. ഒപ്പം ആക്സിലേഷൻ കൊടുത്ത് വണ്ടി മെല്ലെ മുന്നോട്ട് നീക്കുക. ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുക. ഓക്കെ, കയറ്റത്തൊരു ട്രാഫിക്കിലാണെങ്കിൽ വീണ്ടും നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. ഫസ്റ്റ് ബൈറ്റിംഗ് പോയിന്റ് കണ്ടെത്തുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആ കയറ്റത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് വാഹനം എടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, കയറ്റത്ത് വാഹനം ബ്രേക്കില്ലാതെ ക്ലച്ചിലും ആക്സിലറേറ്ററിലുമായിട്ട് ഒരു പ്രത്യേക ബാലൻസോടെയാണ് വാഹനം നിൽക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് ക്ലച്ചിൽ നിന്ന് അയക്കുന്നു, ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് അയക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ഞാൻ അയക്കുന്നു, വീണ്ടും ഞാനിത് ആക്സിലേഷൻ കൊടുക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായിട്ടും ആക്സിലേഷൻ ഇതിന് അനുയോജ്യമായിട്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർക്കുക. വാഹനം നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിരക്കുള്ള റോഡിലല്ല നിങ്ങളിത് ചെയ്യേണ്ടത്. തിരക്കില്ലാത്ത ഏതേലും കയറ്റങ്ങളിൽ ചെല്ലുക. നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പുള്ള ചെറിയ കയറ്റങ്ങളിൽ ചെല്ലുക. ഒപ്പം ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുത്തിയതിന് ശേഷം ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിച്ചെടുക്കുന്നത്. ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഏതൊരു റോഡിലും വാഹനം ഓടിക്കാം. അതായത് ഒരു കയറ്റത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വാഹനം എടുക്കാം. ഒരു ട്രാഫിക്കിലാണെങ്കിൽ നമുക്ക് വാഹനം എളുപ്പത്തിൽ ഓടിച്ചു പോകാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമാകുന്നതാണ്. അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഗുണമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഓരോ പോയിന്റും ഞാൻ നമ്മളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് വന്ന കൂട്ടത്തിലാണ് ഈ ആക്സിലേഷൻ്റെ ഒരു കാര്യം കൂടെ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.